ഹൈ ഗേസ് വെൽക്കം ബാക്ക്. ലാസ്റ്റ് എപ്പിസോഡിൽ എന്താണ് ഡൊപ്പമീൻ അഡിക്ഷൻ, അത് ട്രേഡിങ്ങിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ ബ്രെയിനിനെ ഒന്ന് റീസെറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് ഡൊപ്പമീൻ അഡിക്ഷൻ ഇല്ലാതെ ട്രേഡിംഗ് കൺസിഡർ ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഒരു അവയർനെസ് ആണ്. അപ്പോൾ ആ ഒരു അവയർനെസ് എല്ലാവർക്കും കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു അഡിക്ഷൻ നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്നത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. ആ ഒരു സ്റ്റേജിൽ നമ്മുടെ മനസ്സിൽ പഴയ ഡൊപ്പമീൻ അഡിക്ഷൻസ് വീണ്ടും ചെയ്യാനുള്ളൊരു ആഗ്രഹം തുടങ്ങും. മിക്ക ട്രേഡേഴ്സും ഈ ഒരു സ്റ്റേജിൽ അവർ പഴയ രീതിയിലോട്ട് തന്നെ മാറും. കാരണം അവർ വീക്ക് ആയതുകൊണ്ടല്ല, നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ബ്രെയിൻ എങ്ങനെ റീസെറ്റ് ചെയ്ത് ഡൊപ്പമൈൻ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ്, കട്ട് ദ ഡൊപ്പമൈൻ അറ്റ് ദ റൂട്ട്. വേരോടെ പിഴുതെടുക്കുക. നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഉണരുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ ഫോൺ, നോ ന്യൂസ്, നോ ഇൻസ്റ്റഗ്രാം, നോ സോഷ്യൽ മീഡിയ. ദ ഫസ്റ്റ് 60 minutes മസ്റ്റ് ബിലോങ്സ് ടു യു. ആദ്യത്തെ 1 മണിക്കൂർ പൂർണ്ണമായും നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക. മറ്റുള്ളവരുടെ കാര്യങ്ങളോ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളോ നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷനുകളോ ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ വരരുത്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? നിങ്ങൾക്കൊരു ലൈറ്റ് വാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, ജേർണൽ ചെയ്യാം, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. ഡൊപ്പമീൻ ഡിറ്റോക്സ് സ്റ്റാർട്ട് വിത്ത് സൈലൻസ്. ഇവിടെ ഡൊപ്പമീൻ ഡിറ്റോക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ സന്തോഷം നൽകുന്ന ആ ഒരു കെമിക്കലായ ഡൊപ്പമീൻ്റെ അളവ് നിയന്ത്രിക്കുക എന്നതാണ്. നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോഴും സോഷ്യൽ മീഡിയ നോക്കുമ്പോഴൊക്കെ നമ്മുടെ തലച്ചോറിൽ ഡൊപ്പമൈൻ വളരെ അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പലപ്പോഴും ഒരു അഡിക്ഷനിലോട്ട് നമ്മളെ നയിക്കും. സോ രാവിലെ എഴുന്നേറ്റ ഉടൻ ഈ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അനാവശ്യമായ മോട്ടിവേഷനും നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും ശാന്തമാക്കാനൊക്കെ സഹായിക്കും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ദ ഡൊപ്പമീൻ അറ്റ് ദ റൂട്ട്. സ്റ്റെപ്പ് 2, പ്രീ മാർക്കറ്റ് ഡിസിപ്ലിൻ. ഓപ്പൺ യുവർ ജേർണൽ, റൈറ്റ് ഡൗൺ യുവർ പ്ലാൻ. നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ മസ്റ്റായിട്ട് എല്ലാ ദിവസവും കീപ്പ് ചെയ്യേണ്ട, വളരെ ചിട്ടയായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ജേർണൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ പ്ലാനുകൾ, നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക നിങ്ങളുടെ ട്രേഡിംഗ് ജേർണൽ. നോട്ട് വിത്ത് ഹോപ്പ്, നോട്ട് വിത്ത് ഗ്രീഡ്. പ്രതീക്ഷയോടെയല്ല, ആഗ്രഹത്തോടെയല്ല എഴുതേണ്ടത്, ബട്ട് വിത്ത് ക്ലാരിറ്റി. നിങ്ങളുടെ പ്ലാനുകൾ എഴുതുന്ന സമയത്ത് ഇന്ന് വലിയ പ്രോഫിറ്റ് എടുക്കണമെന്നോ ഇന്ന് വലിയ പണം ഉണ്ടാക്കണമെന്നുള്ള അമിത പ്രതീക്ഷകളോ ആഗ്രഹങ്ങളോ ഒന്നും പാടില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇമോഷൻസിന് അടിമപ്പെടാതെ ഒരു യുക്തിസഹജമായി ചിന്തിച്ച് വേണം നമ്മുടെ പ്ലാനുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടിനെ പറ്റി മറന്നു കളയുക. നിങ്ങൾ ഈ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് ട്രേഡുകൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ റിസൾട്ടിനെ പറ്റി നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ട്രേഡിംഗ് ജേർണലിൽ ഏതൊക്കെയാണ് കീ ലെവൽസ്, കറൻറ്റ് ട്രെൻഡ് എന്താണ്, കറൻറ്റ് ബയാസ് എന്താണ്, പോസിബിൾ ട്രാപ്പുകൾ എന്തൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, ആൻഡ് നമ്മുടെ പ്ലാൻ എന്താണ്, ഇത് വ്യക്തമായിട്ട് നമ്മുടെ ട്രേഡിംഗ് ജേർണലിൽ എഴുതി വച്ചിരിക്കുക എല്ലാ ദിവസവും. സ്റ്റെപ്പ് 3, സെറ്റപ്പ് ദ സ്പേസ്. ഇവിടെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട്, അതിനെപ്പറ്റിയാണ് പറയുന്നത്. റിമൂവ് ഓൾ ട്രിഗേഴ്സ്. അതായത് നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നോ P&L ടാപ്പ്. അതായത് നമ്മൾ P&L ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് പല ആൾക്കാരെയും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് തരാനും നമ്മുടെ ഡൊപ്പമൈൻ്റെ അളവ് കൂട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. നോ സോഷ്യൽ മീഡിയ, ഡെഫിനറ്റ്ലി. നോ റാൻഡം ട്രേഡിംഗ് വ്യൂ അലേർട്ട്സ്. അങ്ങനെ ഞാൻ കുറച്ച് എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന, നിങ്ങളെ ശ്രദ്ധ തിരിക്കുന്ന ഒരുപാട് ട്രിഗർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ കീപ്പ് യുവർ ഡെസ്ക് ക്ലീൻ. നിങ്ങളുടെ ട്രേഡിംഗ് ഡെസ്ക് വളരെ ക്ലീൻ ആയിട്ട് വെച്ചിരിക്കുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ ചാർട്ട് ക്ലീൻ ആയിട്ട് വെച്ചിരിക്കുക. അതായത് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ആഡ് ചെയ്യാതെ നമ്മുടെ മൈൻഡിനെ എപ്പോഴും കൂളായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് വെച്ചിരിക്കുക. നമ്മൾ ഒരു ഗാംബ്ലിങ്ങിനല്ല പോകുന്നത്, ഇതൊരു ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യുക, നമ്മുടെ ഒരു മെൻ്റൽ വാർ റൂമായിട്ട് കൺസിഡർ ചെയ്യുക. സോ സെറ്റപ്പ് ദ സ്പേസ് ആണ് മൂന്നാമത്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ മനസ്സിനെ ശ്രദ്ധ തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്റ്റെപ്പ് 4, ദ 1 ട്രേഡ് റൂൾ. ട്രേഡ് ലൈക്ക് എ സ്നൈപ്പർ.
സ്നൈപ്പർ ആരാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? വളരെ കൃത്യതയോടു കൂടി ക്ഷമയോടു കൂടി തങ്ങളുടെ ടാർഗറ്റ് കാത്തിരുന്ന് ഏറ്റവും അനുയോജ്യമായ ടൈമിൽ സമയത്ത് പ്രവർത്തിക്കുന്നവരെയാണ് നമ്മൾ സ്നൈപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്നൈപ്പറിനെ പോലെ നമുക്ക് ട്രേഡിങ്ങും ചെയ്യാം. ഒരു ദിവസം ഒരു നല്ലൊരു ട്രേഡ് മാത്രം. നമ്മുടെ കയ്യിലൊരു ഗണ്ണുണ്ട്, അതിൽ ഒരൊറ്റ ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചിട്ട് ഒരു ട്രേഡ് മാത്രം എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. റൈറ്റ്, നോ റിവഞ്ച് ട്രേഡ്, നോ ബോർഡം ട്രേഡ്സ്, നോ ജസ്റ്റ് വൺ മോർ. ഒരു ട്രേഡ് കൂടി എടുക്കാം എന്ന രീതിയിലുള്ള ചിന്തകൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക, അറ്റ്ലീസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ. ഇത് നമുക്ക് ആ ഒരു ഡോപ്പമൈൻ അഡിക്ഷൻ കുറച്ച് കൊണ്ടുവരാനും നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും പറ്റും, ഒരുപാട് സഹായിക്കും. ഒരു അൺനെസസറി ക്ലിക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഡോപ്പമൈൻ ഫീഡ് ചെയ്യുകയാണ്, വീണ്ടും ആ ഒരു അഡിക്ഷനിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. സോ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ, നിങ്ങളുടെ ഒരു ഡോപ്പമൈൻ ഡിറ്റോക്സ് സ്റ്റേജിൽ ദ വൺ ട്രേഡ് റൂള് മസ്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം, ദ ബെസ്റ്റ് ട്രേഡ്. സ്റ്റെപ്പ് 5, സ്റ്റേ ഇൻ ദ ബോർഡം. നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് 4 വരെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും, ഭയങ്കര ഒരു ശൂന്യത ആയിരിക്കും. കാരണം ഒരു ദിവസം ഒരു ട്രേഡ് എടുത്തിട്ട് ബാക്കിയുള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഭയങ്കര ബോറിങ് വരും. ഇത് ആക്ച്വലി ഇതിൻ്റെ പേരാണ് വിഡ്രോവൽ സിംറ്റംസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൽ ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ ബ്രെയിന് ആവശ്യമായിട്ടുള്ള ഒരു ഡോപ്പമൈൻ കിട്ടാതെ വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയുന്നതാണ് ഒരു പിൻവലിവ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് ഈ ഒരു ബോറിങ്ങിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇതിൽ തന്നെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ബോറിങ് അല്ലെങ്കിൽ ഈ ഒരു ശൂന്യത ഒക്കെ തുടരുന്ന സമയത്ത് നിങ്ങളുടെ തലച്ചോറ് പുതിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുകയും ഒന്ന് സ്വയമായിട്ടൊന്ന് വയറിങ് ചെയ്യും അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ബോറിങ്ങിനെ നമ്മളത് ശത്രുവായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പല ആൾക്കാരും ശത്രുവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബോറിങ് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് മൊബൈൽ ഫോൺ എടുക്കും, അല്ലെങ്കിൽ വേറൊരു ട്രേഡുകൾ എടുക്കും, സോഷ്യൽ മീഡിയ നോക്കും, ഇങ്ങനെയുള്ള പല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു സ്റ്റേജിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്റ്റെപ്പ് 6, എൻഡ് ഓഫ് ഡേ പ്ലാൻ. മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിനി റിഫ്ലക്റ്റ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? നിങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്ത പ്രോസസ്സ് ഫോളോ ചെയ്തിരുന്നോ? മാർക്കറ്റിനെ ഇന്ന് ചേസ് ചെയ്തോ? എന്തൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഇമോഷൻസ്? എനിക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നോ? ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് എഴുതി വെച്ചിരിക്കുക. എഴുതി വെച്ചാൽ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം എല്ലാ ദിവസവും റിപ്പീറ്റായിട്ട് ഒരു ഹാബിറ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, എൻഡ് ഓഫ് ഡേ പ്ലാൻ. യെസ്, ദിസ് ഈസ് ദ റിയൽ റീസെറ്റ്. ഇതാണ് ശരിക്കുമുള്ള മാറ്റം. നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡോപ്പമൈൻ അഡിക്ഷനിൽ നിന്ന് മാറി നിൽക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇതില്ലാതെയും നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് നിങ്ങൾക്കിവിടെ കിട്ടുന്നത്. സോ നിങ്ങളുടെ ബ്രെയിന് മനസ്സിലാവും. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. നമുക്കതിനെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഒരു റെഗുലർ ഹാബിറ്റോട് കൂടി മാത്രമേ പറ്റുള്ളൂ. സോ ഒരു ഹാബിറ്റ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരു 6 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക. ആൻഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ബീസ്റ്റ് വേർഷനെ നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.